ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കർക്കിടകം 1-ാം തീയതിയാണ്. ഈ ഒരു മാസം കർക്കിടക മാസം കുറേ ദുർഘടം എന്നാണ് പറയുക. പക്ഷേ ഈ ദുർഘടങ്ങൾ നമ്മളെ എത്തിച്ചു തരുന്നത് പിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് യൂണിവേഴ്സിന് നമുക്ക് വരാനുള്ള ഒരു നിർദ്ദേശം? കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് വരുന്ന പ്രധാന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്? നിങ്ങളുടെ പ്രധാന സ്ട്രെങ്ത് എന്താണെന്ന് നോക്കാം. പിന്നെ പ്രധാന വീക്ക്നെസ്, ഏറ്റവും അവസാനം യൂണിവേഴ്സിന്റെ ഗൈഡൻസ് നമുക്ക് നോക്കാം. ആദ്യമായി വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ട് വളരെ കാമായിട്ട് നിങ്ങൾക്ക് നേരിടാൻ കഴിയും ഈ ഒരു സമയത്ത് എന്നാണ് പറയുന്നത്. കൂടാതെ നിങ്ങൾക്ക് നല്ല നേതൃത്വ ഗുണമുണ്ട്. പിന്നെ എല്ലാവരെയും ഒരു വളരെ സ്നേഹത്തോട് കൂടി കൂട്ടിപ്പിടിക്കാൻ നിങ്ങൾക്ക് കഴിയും. നേതൃത്വം പലതരത്തിലുണ്ട്. ചിലർ വളരെ ആജ്ഞാശക്തിയോട് കൂടിയിട്ട്, ചിലർ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള രീതിയിൽ, ചിലർ വാക്ചാതുരി കൊണ്ട്, നിങ്ങൾ ഒരു ഇമോഷണൽ വൈകാരിക ബന്ധം കൊണ്ട് എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഒരു നേതൃസ്ഥാനത്തേക്ക് ഉയരുന്ന ഒരു രീതിയാണ് കാണുന്നത്. സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ ആ കൺഫ്യൂഷൻ തീർക്കാൻ നോക്കണം. കൂടുതൽ നന്നായി ശാന്തമായ ഒരു കിങ് ഓഫ് കപ്സിന്റെ എനർജിയിൽ ശാന്തമായ മനസ്സാന്നിധ്യത്തോട് കൂടി ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ്. അപ്പോൾ എന്തിന് ബാലൻസ് ചെയ്യണം, ഏത് രീതിയിൽ ബാലൻസ് ചെയ്യണം, ഈ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നതാണ്. 2 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. തൊട്ട് നേരത്തെ നമുക്ക് 2 സിറ്റുവേഷൻ ബാലൻസ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഈ മാസത്തിൽ നിന്ന് കണ്ടു. പക്ഷേ ഈ 2 ഓഫ് വാൻഡ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഒരു പാഷനേറ്റ് ആയി, വളരെ ഒരു എന്താ പറയുക, വളരെ ഏബിൾ ആയിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. ആ 2 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ ഏത് വഴിക്ക് പോകണം എന്നുള്ളതിന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് പല തരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളിൽ നിന്നായിരിക്കും. അധികം എനിക്ക് തോന്നുന്നത് ഇന്റർനെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സഹായങ്ങൾ വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്തായിട്ട് നൈറ്റ് ഓഫ് സോൾസ് ആണ് നമുക്ക് ഒരു വീക്ക്നെസ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ പ്രായോഗികതയ്ക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തികളാണെങ്കിൽ കുറച്ചുകൂടി വൈകാരികമായി കൂടി ചിന്തിക്കാനാണ് പറയുന്നത്. നിങ്ങൾ നേതൃസ്ഥാനത്തെത്തും, പക്ഷേ ഒരു മറ്റുള്ളവരുടെ ഇമോഷൻസിന് ഒരു പ്രാധാന്യം കൊടുക്കണം. പിന്നെ എടുത്തു ചാടിയുള്ള റെക്ലെസ് ആയിട്ടുള്ള ആക്ഷൻസ് ഒന്ന് ഈ ഒരു കാലയളവിൽ നിങ്ങളൊന്ന് നിയന്ത്രിക്കണം. പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നേരത്തെ പറഞ്ഞു, ഈ കാർഡ് നമ്മൾ കിട്ടിയപ്പോൾ പറഞ്ഞു, നന്നായി ആലോചിച്ച് ഏത് ഓപ്ഷൻ എടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കണം എന്ന് പറഞ്ഞു. അതിനുള്ള അവസരം, അതിനുള്ള സപ്പോർട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സപ്പോർട്ട് പാഴായി പോവാതെ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതെ ഇരിക്കുക. യൂണിവേഴ്സിന്റെ അഡ്വൈസാ. വെരി ഗുഡ്. കർക്കിടകത്തിൽ സൂര്യനാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്. അത് നിങ്ങൾക്ക് ലഭിക്കും. പ്രപഞ്ചത്തിന്റെ സ്നേഹം, ഊഷ്മളത, അത് നിങ്ങളിലേക്ക്, പ്രകാശം നിങ്ങളിലേക്ക് വരും. ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ മാസത്തിന്റെ അവസാനത്തോട് കൂടി നിങ്ങൾക്ക് ലഭിക്കും. അത് മനസ്സ് തുറന്ന് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക എന്നാണ് പറയുന്നത്.